സ്പിരിറ്റ് ഓഫ് ദ ടൈംസ് എന്ന ഇംഗ്ലീഷ് പേപ്പറിലെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഗുഡ് ആൻഡ് ബാഡ് എലമെന്റ്സ് എന്ന ഭാഗം അത് നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ജോൺ ഹംസ്ലെ എഴുതിയ ലേഖനമാണ്. അതിൽ കെവലർ പ്ലാസ്റ്റിക്കിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ചും ലെഡിൻ്റെ ദോഷത്തെക്കുറിച്ചുമാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അമേരിക്കയിലെ 2 വിമാനങ്ങൾ ദുരന്തത്തിൽപ്പെട്ടതിന് കാരണം ഒരു ബോംബ് സ്ഫോടനമായിരുന്നല്ലോ. പക്ഷേ ഈ വിമാനത്തിൻ്റെ അറയ്ക്ക് കെവലർ പാളികൾ കൊണ്ടൊരു കവചമുണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. വെടിയുണ്ട കടക്കാത്ത വളരെ ഉറപ്പുള്ളൊരു മെറ്റീരിയലാണ് കെവലർ. അതുകൊണ്ട് ബുള്ളറ്റ് പ്രൂഫ് കോട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ബോംബ് സ്ഫോടനത്തെ പ്രതിരോധിക്കാൻ അതിന് കഴിവുണ്ട്. ഒരുപക്ഷെ ഒരു വിമാനത്തിൻ്റെ 3 ടൺ കെവലർ പാളി വേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വെയിറ്റ് കൂടും. അപ്പോൾ 35,000 അതിൻ്റെ ഇന്ധന ചെലവ് കൂടും, പൗണ്ട്. പക്ഷേ ഇതൊക്കെ കൂടാതെ 1965 ഒരു അമേരിക്കയിലെ വലിയ കെമിക്കൽ ജയന്റ് രാസ വ്യവസായത്തിൻ്റെ ഒരു വിമൻ കമ്പനി, അതാണ് ഡൂപോണ്ട്. അവിടുത്തെ ഒരു ശാസ്ത്രജ്ഞയായിരുന്നു സ്റ്റെഫാനി കോലക്. ഈ സ്റ്റെഫാനി കോലക് ആണ് ഇത് കണ്ടെത്തിയത്. ഇങ്ങനെ ഒരു മെറ്റീരിയൽ എന്തായിട്ട് ആസ്ബസ്റ്റോസിന്റെ ഹീറ്റ് റെസിസ്റ്റൻസ് അഥവാ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ആസ്ബസ്റ്റോസിന്റെ ശേഷി അതിനേക്കാളും ദൃഢതയുള്ള ഒരു ഫൈബർ ഗ്ലാസിന്റെ ടഫ്നെസ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയൽ വേണം കണ്ടെത്തണം എന്നുള്ള റിസർച്ചിലായിരുന്നു. അങ്ങനെ ഒടുവിൽ ഇങ്ങനെയൊരു മെറ്റീരിയൽ കെവലർ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കൾ കാർസനോജനിക്കാണ്. കാർസനോജനിക് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാണ്. അതുകൊണ്ട് പിന്നെയും കുറച്ചും കൂടെ അതിനെ നന്നാക്കി മെറ്റീരിയൽ നല്ല റിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഗവേഷണങ്ങൾ വേണ്ടി വന്നു. അങ്ങനെ 1892 വരെ അതിൻ്റെ ഫൈനൽ പ്രൊഡക്ഷൻ വൈകി. അപ്പോൾ ഉൽപ്പാദന ചെലവ് പിന്നെയും കൂടി. എന്തുകൊണ്ടേ ഡ്യൂപോണ്ട് എന്ന് പറയുന്ന ആ കെമിക്കൽ ജയന്റ് അമേരിക്കയിലാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു. ജപ്പാനിലും അയർലൻഡിലും ഒക്കെ അതിന് വേറെ വേറെ ഫാക്ടറികളുണ്ട്. ഇവിടെയൊക്കെ വൻതോതിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട് കെവലർ എന്ന് പറയുന്ന ഫൈബർ. അപ്പോൾ കെമിക്കൽ ഡീക്കേ ഉണ്ടാവില്ല, തീ പിടിക്കില്ല, ഭാരമില്ല, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള അത്ഭുത പ്ലാസ്റ്റിക് ആണ്. പക്ഷേ മിലിറ്ററി ഉടുപ്പ് ഉണ്ടാക്കാനായിട്ട്, സ്പേസ് സ്യൂട്ട്, ഇതിനൊക്കെ വേണ്ടി ടെന്നീസ് റാക്കറ്റ്, ഷൂസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്നു എന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. DuPont research refuses to reveal how much is produced at its plants in the USA, Japan, and Maydown in Northern Ireland. In addition to being almost immune to chemical attack, Kevlar is also fire resistant. രാസ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇതിന് ശേഷിയുണ്ട് എന്നത് കൂടാതെ അത് ഫയർ റെസിസ്റ്റന്റ് ആണ്, താപത്തെ പ്രതിരോധിക്കും, തീ പിടിക്കില്ല, ഫ്ലെക്സിബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. വെൻ ഇറ്റ് ഈസ് സ്പൺ ഇൻ ടു ഫൈബർ, ഈ നാര് ഫൈബറായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ ദിസ് പോളിമർ ഗെറ്റ് ഈവൻ സ്ട്രോങ്ങർ, കുറെ കൂടി സ്ട്രോങ്ങർ ആകുന്നു എന്നാണ് പറയുന്നത് ഈ നാരുകൾ. ആൻഡ് ദേ ആർ യൂസ്ഡ് ഫോർ മിലിറ്ററി ആർമർ, പട്ടാളത്തിലെ പടച്ചട്ട ഉണ്ടാക്കാനായിട്ട്, സ്പേസ് സ്യൂട്ട്, ബഹിരാകാശ ഗവേഷക യാത്രികരുടെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട്, സേഫ്റ്റി ഗ്ലൗസ്, സുരക്ഷിത കയ്യുറകൾ ഉണ്ടാക്കാനാണ്, ആൻഡ് ഫിഷിംഗ് റോഡ്സ്, മീൻ പിടിക്കാനുള്ള ചൂണ്ട ഉണ്ടാക്കാനായിട്ട് പോലും അത് ദൃഢതയുള്ള മെറ്റീരിയൽ എന്ന നിലയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പറഞ്ഞു വരുന്നത്. കെവലർ ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ടെന്നീസ് റാക്കറ്റ്സ്, ടെന്നീസ് റാക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. സ്കീ മഞ്ഞിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് സ്കീ എന്ന് പറയുന്നത്. അതിന് വേണ്ടി അതിൻ്റെ റണ്ണിങ് ഷൂസ്, പിന്നെ ഷൂസിനും വേണ്ടിയിട്ടും ഇത് കെവലർ പ്ലാസ്റ്റിക് ഉപയോഗിക്കും. ദ പ്ലാസ്റ്റിക് ഇസ് 5 times as strong as സ്റ്റീൽ, അതായത് സ്റ്റീലിനേക്കാൾ 5 ഇരട്ടി ബലമാണ് ഈ കെവലർ പ്ലാസ്റ്റിക്കിനുള്ള. ആൻഡ് മോർ ഇലാസ്റ്റിക് ദാൻ കാർബൺ ഫൈബർ, കാർബൺ ഫൈബറിനേക്കാൾ കൂടുതൽ ഇലാസ്റ്റിസിറ്റി ഉണ്ട്, വലിയാനുള്ള ചാൻസ്, ഫ്ലെക്സിബിലിറ്റി. ആൻഡ് ഇറ്റ് ഹാസ് പുഷ്ഡ് ദ പെർഫോമൻസ് ലിമിറ്റ്സ് ഓഫ് സച്ച് എക്യുപ്മെന്റ് വെൽ ബിയോണ്ട് ദാറ്റ് ഓഫ് എ ട്രഡീഷണൽ മെറ്റീരിയൽ. മറ്റ് നമ്മൾ ഇന്ന് ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടുള്ള പരമ്പരാഗത മെറ്റീരിയലുകളുടെ എല്ലാത്തിൻ്റെയും പരിമിതികളെ ഓവർകം ചെയ്യാൻ കഴിവുള്ള ഒരു അത്ഭുത മെറ്റീരിയലാണ് ഇതെന്നാണ് പറഞ്ഞു വരുന്നത്. അനദർ സ്പോർട്ടിംഗ് ഏരിയ വേർ കെവലർസ് റിമാർക്കബിൾ സ്ട്രെങ്ത് ഹാസ് ബീൻ എംപ്ലോയ്ഡ് ഈസ്, കെവലർ എന്ന മെറ്റീരിയലിന്റെ അതിശയിപ്പിക്കുന്ന കരുത്ത് കാണിക്കുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഫോർമുല 1 റേസിംഗ് കാർ ഉണ്ടാക്കുന്ന കാര്യത്തിലാണ്. ഓൾദോ ലെസ് ഇസ് നൗ ബീയിങ് യൂസ്ഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്, പക്ഷേ അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. പെയിന്റ് അടിക്കാനൊന്നും പറ്റില്ല, പെയിന്റ് അടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കെവലറിന്. അതങ്ങനെ അതുകൊണ്ട് അത് അധികമായി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. ഒരിക്കലും ബ്രയാനോ റോർക്ക് എന്ന് പറയുന്ന ഒരു വില്യം ഗ്രാൻഡ് പ്രിക്സ് എഞ്ചിനീയറിംഗിന്റെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ദ ബെനിഫിറ്റ്സ് ഓഫ് കെവലേഴ്സ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്
കെവലറിന്റെ ബെനിഫിറ്റ് കുറേ ഉണ്ട്, അതിന്റെ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്. ബട്ട് ദീസ് ബെനിഫിറ്റ്സ് ആർ ഓഫ്സെറ്റ് ബൈ ഇറ്റ്സ് പുവർ കംപ്രഷൻ സ്ട്രെങ്ത്. പക്ഷേ ഇതിന്റെ ഗുണഗണങ്ങളൊക്കെ എന്താണ് ഇടിച്ച് താഴ്ത്തുന്ന ഒരു ചെറിയ പ്രശ്നം ഇതിനുണ്ട്. എന്താണെന്നറിയാം, അതിന്റെ കംപ്രഷൻ സ്ട്രെങ്ത് വളരെ കുറവാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പെയിന്റ്. അതുകൊണ്ട് കെവലർ മെറ്റീരിയലിന് പെയിന്റ് അടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഈവൻ സോ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബിക്കോസ് ഇറ്റ് ഹാസ് എ ഗുഡ് റിജിഡിറ്റി ടു വെയിറ്റ് റേഷ്യോ, അതിന്റെ ഭാരം വെച്ച് നോക്കുമ്പോൾ അതിന്റെ ബലം അത് ഗംഭീരം തന്നെ. കുറഞ്ഞ ഭാരം എന്നിട്ടും ഇത്രയും വലിയ ബലം. ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് into the laminate used to reinforce the driver's survival cell. ഡ്രൈവറുടെ സർവൈവൽ സെൽ ഉണ്ടല്ലോ, ഈ ഫോർമുല 1 കാർ അല്ലെങ്കിൽ അതിവേഗ കാറുകളിലൊക്കെ ആ സർവൈവൽ സെല്ലിനകത്ത് അത് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. വേർ ഇറ്റ് പ്രൊവൈഡ്സ് എക്സലന്റ് പ്രൊട്ടക്ഷൻ ഇൻ കേസ് ഓഫ് എ ക്രാഷ്. എങ്ങനെ ഒരു ക്രാഷ് ഉണ്ടാകുവാണെങ്കിൽ ആ സർവൈവൽ സെല്ല് തീർച്ചയായിട്ടും നല്ല സംരക്ഷണമായിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. ഫ്യൂ പ്ലാസ്റ്റിക്സ് ഹാവ് ദ പാക്കേജ് ഓഫ് ബെനിഫിറ്റ്സ് വിച്ച് കെവലർ പ്രൊവൈഡ്സ്. കെവലർ പ്രൊവൈഡ് ചെയ്യുന്ന ആ പാക്കേജ് ബെനിഫിറ്റ് നൽകുന്ന പ്ലാസ്റ്റിക്സ് തീർത്തും ഈ പ്രപഞ്ചത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. വെൻ ഇറ്റ് ഫെയിൽസ് then it does so progressively rather than catastrophically. അഥവാ എങ്ങാനും ഇത് പൊട്ടിപ്പോയാൽ പോലും വളരെ സാവധാനത്തിൽ ഇത് പൊട്ടുന്നുള്ളൂ. അത്ര ഭീകരമായ തകർച്ചയൊന്നും ഇതിനുണ്ടാകുന്നില്ല. thereby providing another margin of safety. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു സേഫ്റ്റിക്കുള്ള ഒരു സാധ്യത പിന്നെയും തെളിയുന്നു എന്നർത്ഥം. അൺലൈക്ക് മെനി പ്ലാസ്റ്റിക്സ്, മറ്റ് പ്ലാസ്റ്റിക്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇറ്റ് ഡസ് നോട്ട് ബിക്കം ബ്രിറ്റിൽ അറ്റ് ലോ ടെമ്പറേച്ചർ. താഴ്ന്ന താപനിലയിൽ അത് പൊടിഞ്ഞു ചെതറിയൊന്നും പോകുന്നില്ല. ഈവൺ ആസ് ലോ ആസ് -70 അത് -70 പോലുള്ള താഴ്ന്ന താപനിലയായാലും അതിന് കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ കോട്ടഡ് വിത്ത് ഇറ്റ്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ പലപ്പോഴും ഇതുകൊണ്ട് കോട്ട് ചെയ്യാറുണ്ട്. ഇഫ് ദേ ആർ എക്സ്പോസ്ഡ് ടു ദ സിവിയറിറ്റി ഓഫ് മൗണ്ടൻ കണ്ടീഷൻസ്. മലയോര കണ്ടീഷന്റെ തീവ്രതയിൽ അത് എക്സ്പോസ്ഡ് ആകുമ്പോൾ പോലും ആ ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഇതിന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടി കെവലർ ഉപയോഗിക്കാറുണ്ട്. നോർ ഈസ് കെവലർ അഫക്റ്റഡ് ബൈ ലോങ് എക്സ്പോഷർ ടു വെതറിങ് ഓർ ടു ദ സീ. അതായത് കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന പൊടിച്ചിലാണ് വെതറിങ് എന്ന് പറയുന്നത്. അതൊന്നും കടലിൽ കടന്നാലും ഇതിന് വലിയ ദോഷമൊന്നും വരുന്നില്ല. ആൻഡ് 3 years ഇമേഴ്സ്ഡ് ഇൻ either ബോയിലിംഗ് വാട്ടർ. തിളച്ച വെള്ളത്തിൽ 3 വർഷം തുടർച്ചയായിട്ട് മുക്കിയിട്ടാലും ഓർ ഇൻ ഹൈഡ്രോ കാർബൺ സോൾവെന്റ് ലെഫ്റ്റ് ഇറ്റ് ആൻഡ് ചേഞ്ച്. ഹൈഡ്രോ കാർബൺ സോൾവെന്റിൽ ഇട്ടാലും അതിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. കെവലർ ഈസ് ഫ്ലെയിം റെസിസ്റ്റന്റ്. തീ പിടിക്കുക, തീനാളങ്ങളാണ് കെവലറെ ബാധിക്കുന്നില്ല. സെൽഫ് എക്സ്റ്റിങ്വിഷിംഗ് ആൻഡ് ഗിവ്സ് ഓഫ് എ ലിറ്റിൽ സ്മോക്ക്. സ്വയം തീ കെടുത്തുന്ന ഒരു വസ്തു കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ പുക കുറവുണ്ടാക്കുന്ന മെറ്റീരിയലാണ്. സോ ഇറ്റ് ഈസ് പ്രിഫേർഡ് ഫോർ കൺവെയർ ബെൽറ്റ്സ്. പലപ്പോഴും കൺവെയർ ബെൽറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി കെവലർ എന്ന മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട്. എസ്പെഷ്യലി ഇൻ മൈൻസ്, പ്രത്യേകിച്ചും ഖനികളിൽ. ഇനി മൂറിംഗ് റോപ്സ് ഫോർ ടാങ്കേഴ്സ് ആർ മെയ്ഡ് ഓഫ് കെവലർ റാദർ ദാൻ സ്റ്റീൽ. അതായത് ടാങ്കർ കപ്പലുകളെ കെട്ടിയിടാനുള്ള കയറുകൾ പലപ്പോഴും കെവലർ സ്റ്റീലുകൾ കൊണ്ട് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഫോർ ഹോസ് യൂസ്ഡ് ഇൻ ദ കെമിക്കൽ ഇൻഡസ്ട്രി ആൻഡ് എൻജിൻസ്. അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രിയിലും എൻജിനുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഹോസ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടും എത്ര വലിയ രാസവസ്തു ആണെങ്കിലും അതിനുള്ളിൽ കൂടി കടന്നുപോയാൽ ആ ഹോസിന് ഒരു കുഴപ്പം പറ്റില്ല. ബട്ട് പെർഹാപ്സ് ദ മോസ്റ്റ് ഡ്രമാറ്റിക് യൂസ് ഓഫ് കെവലർ ഹാസ് ബീൻ ഇൻ ബോഡി ആർമർ. എന്നാൽ ഏറ്റവും നാടകീയമായ ഉപയോഗം ഉണ്ടായത് ശരീരത്തിന്റെ പടച്ചട്ട ഉണ്ടാക്കുന്നത് ജാക്കറ്റ് ആൻഡ് ഹെഡ് ഗിയർ, അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റ്, വിച്ച് ആർ നോട്ട് ഓൺലി ലൈറ്റർ ദാറ്റ് അതർ ഫോംസ് ഓഫ് പ്രൊട്ടക്ഷൻ. മറ്റ് സംരക്ഷണ കവചങ്ങളെക്കാൾ വളരെ ഭാരം കുറവാണ് എന്ന് മാത്രമല്ല, ബട്ട് ക്യാൻ ഓൾസോ ബി ടൈലേർഡ് ടു ഫിറ്റ്. നമുക്ക് പറ്റുന്ന രീതിയിൽ ആവശ്യത്തിന് ടൈലർ ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഓരോ ആളുടെയും രൂപത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നു അർത്ഥം. ഇറ്റ് സീംസ് എ ലിറ്റിൽ ഓഡ് ദാറ്റ് എ പോളിമർ വിത്ത് ഓൾ ദീസ് അസറ്റ്സ്. ഇങ്ങനെ ഇത്രയും വലിയ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പോളിമർ, ഒരു രാസവസ്തു, പിന്നെ എന്തേ ഫെയിൽഡ് ടു ഫൈൻഡ് മോർ ഓഫ് എ റോൾ ഇൻ മോഡേൺ ലൈഫ്. നമ്മുടെ ആധുനിക ജീവിതത്തിൽ എന്തേ ഇത്ര വലിയ പങ്ക് അതിന് കിട്ടാതെ പോയത്? ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് someday we will not be thankful for this its unique combination of properties. നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഈ മെറ്റീരിയലിന്റെ ഉപയോഗത്തിന്റെ ഗുണത്തിൽ നമുക്ക് അതിനോട് നന്ദി പറയേണ്ടി വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തെങ്കിലും നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകുമായിരിക്കാം. ഇത്രയുമാണ് കെവലർ എന്ന ഫൈബറിനെ, മെറ്റീരിയലിനെ കുറിച്ച് പറയുന്നത്. തുടർന്നും അദ്ദേഹം തന്റെ ലേഖനത്തിലെ 2ാം ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് മറ്റൊരു മെറ്റീരിയലിനെ കുറിച്ചാണ്, ലെഡ് എന്ന് പറയുന്ന മെറ്റീരിയലിനെ കുറിച്ച്. ഏറ്റവും ഡേഞ്ചറസ് ആയ മെറ്റീരിയൽ, റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് പോലും കാരണമായ മെറ്റീരിയൽ. ലെഡ് ഇസ് ഡിഫറെന്റ്. വെൻ ദ റോമൻസ് കോൺക്വേർഡ് ബ്രിട്ടൻ ഇൻ 43 AD, റോമാക്കാര് AD 43 ബ്രിട്ടൻ പിടിച്ചെടുക്കുമ്പോൾ ദ ഡിസ്കവേർഡ് റിച്ച് ലെഡ് ഡെപ്പോസിറ്റ്സ്. ബ്രിട്ടനിൽ ഒരുപാട് ഭൂമിക്കടിയിൽ ഖനികളിൽ ലെഡ് അഥവാ ഈയം ധാരാളമായി ഉണ്ടെന്ന് കണ്ടുപിടിച്ചു റോമക്കാര്. ആൻഡ് സ്റ്റാർട്ടഡ് ആൻ ഇൻഡസ്ട്രി ദർ. അവരവിടെ ഒരു വ്യവസായം തന്നെ തുടങ്ങി. ദാറ്റ് വാസ് ടു കണ്ടിന്യൂ
ഓൺ ആൻഡ് ഓഫ് ഫോർ 1000 years. അത് ഇടയ്ക്കും തലക്കുമായിട്ട് അതങ്ങനെ തുടർന്ന് അവസാനം ഈയം എന്ന് പറയുന്ന മെറ്റീരിയൽ ബ്രിട്ടനിലുള്ളത് പരമാവധിയും ഏകദേശം 1000-ഓളം വർഷം അവർ ഖനികളിലൂടെ കുഴിച്ചെടുത്തു. ലാസ്റ്റിംഗ് റൈറ്റ് അപ് ടു ദ മിഡിൽ ഏജസ്. അതങ്ങനെ മധ്യകാലഘട്ടം വരെ ആ ഈയത്തിന്റെ ഉപയോഗം റോമക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ജെയിൻ തോമസ് ത്രോൺടൺ ആൻഡ് ജോൺ മാസ്കൽ ഓഫ് ഇമ്പീരിയൽ കോളേജ് ലണ്ടൻ. ലണ്ടനിലെ ഇമ്പീരിയൽ കോളേജിലെ രണ്ട് വ്യക്തികളുടെ പേരുകളാണ് പറഞ്ഞത്. ജെയിൻ തോർട്ടൺ ഒരാള്, ജോൺ മാസ്കൽ വേറൊരാൾ. ഇവർ രണ്ടുപേരും ഇവിടെയുള്ളവർ, ഈ ലണ്ടനിലെ ഇമ്പീരിയൽ കോളേജിലുള്ളവരാണ്. ഹാവ് ബീൻ റിസർച്ചിങ് ലെഡ് പൊല്യൂഷൻ അറൌണ്ട് ദീസ് ഓൾഡ് മൈൻസ്. അവർ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഴയ ഖനികൾ, റോമാ സാമ്രാജ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ബ്രിട്ടനിലെ ഖനികൾ, റോമാക്കാർ ബ്രിട്ടനെ ആക്രമിച്ച് കീഴടക്കിയ ആ പഴയ കാലഘട്ടത്തിലെ കഥയാണ്. അപ്പോൾ BC ആ ഖനികളിൽ ലെഡ് എന്ന ഈയത്തിന്റെ പൊല്യൂഷൻ കാര്യമായിട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ആണ് അവരുടെ പരീക്ഷണം. ആൻഡ് സ്മെൽറ്റേഴ്സ് ഇൻ ഡർബൈഷയറിലും നോർത്ത് വെയിൽസിലും ഒക്കെ ഈ ലെഡ് പൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അന്വേഷണം. ഇതൊക്കെയാണ് ഇതാണ് ഡർബൈഷയറിലെ ഖനിയുടെ തുരങ്കം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് വെസ്റ്റ് വെയിൽസിലെ ഒരു മൗണ്ടെയിൻ ആണ് അവിടെയുള്ള ലെഡ് മൈനിങ് സെന്റർ. കൺസർവേഷനാണ്, സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പുരാവസ്തു നിലയിലൊക്കെ സംരക്ഷിച്ചിരിക്കുകയാണ്. റോമാക്കാര് അവിടെ ആധിപത്യം നേടിയപ്പോൾ ഈ ഖനികളിൽ നിന്നൊക്കെ ധാരാളമായി ഈയം കുഴിച്ചെടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദേ ഡിസ്കവർഡ് ദാറ്റ് ഡെസ്പൈറ്റ്, ഈ റിസർച്ചേഴ്സ് കണ്ടെത്തിയ കാര്യം ഇതാണ്, ഡെസ്പൈറ്റ് ഹെവി സർഫസ് കണ്ടാമിനേഷൻ അറൌണ്ട് ദ സൈറ്റ്. ആ സൈറ്റിന് ചുറ്റും കനത്ത തോതില് ഈ ലെഡ് എന്ന് പറയുന്നതിന്റെ മലിനീകരണം ഉണ്ട് എന്നത് മാത്രമല്ല, ദർ ഇസ് ലിറ്റിൽ എവിഡൻസ് ഓഫ് ലെഡ് ലീച്ചിങ് ഇൻ ടു സറൗണ്ടിങ് സോയിൽസ്. ചുറ്റുവട്ടത്തുള്ള മണ്ണിലേക്ക് ലെഡ് ഒലിച്ച് വെള്ളത്തിലൂടെ ഒലിച്ചിറങ്ങിപ്പോയതിൻ്റെതായിട്ടുള്ള കാര്യമായ തെളിവൊന്നും കണ്ടുമില്ല. ഓർ കണ്ടാമിനേറ്റിംഗ് ഗ്രൗണ്ട് വാട്ടർ, അതുപോലെ തന്നെ അതങ്ങനെ ഒഴുകിപ്പോയിട്ട് അവിടുത്തെ ഭൂഗർഭജലത്തെ മലിനപ്പെടുത്തിയ കാര്യവും കണ്ടില്ല. റോം ഫ്ലറിഷ്ഡ് ഫ്രം അറൌണ്ട് 350 BC. റോമാൻ സാമ്രാജ്യം 350 BC ആണ് തഴച്ചു വളർന്നത്. ടു 400 AD, ഏതാണ്ട് 400 AD വരെയും അവരങ്ങനെ വലിയ ശക്തി പ്രാപിച്ചു. ആൻഡ് ലെഡ് വാസ് കോമൺലി യൂസ്ഡ് ഫോർ റൂഫ്സ്, മേൽക്കൂര ഉണ്ടാക്കാൻ ലെഡ് ഈ ഉപയോഗിച്ചിരുന്നു. പൈപ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. സിസ്റ്റേൺസ് ആൻഡ് പ്യൂട്ടർ, അതുപോലെ തന്നെ പൈപ്പിന്റെ ടാപ്പുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. ലെഡ് ഈസ് ഈസി ടു സ്മെൽറ്റ് ഫ്രം ഇറ്റ്സ് ഓർ. ലെഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ഓറിൽ നിന്ന് അത് ഉരുക്കിയെടുക്കാൻ എളുപ്പമായിരുന്നു. ആൻഡ് ഈസി ടു വർക്ക് വിത്ത്, അത് പണിക്കാർക്ക് പണി ചെയ്യാൻ എളുപ്പമായിരുന്നു. ബിക്കോസ് ഇറ്റ് മെൽസ് അറ്റ് ഓൺലി 328 സെൽഷ്യസ്, വെറും 328 സെൽഷ്യസിൽ അത് ഉരുക്കി വരും എന്നുള്ളതാണ് അതിന്റെ ഗുണം. റോമൻസ് ഓൾസോ മെയ്ഡ് വൈറ്റ് ലെഡ് പെയിന്റ്, വെള്ള നിറത്തിൽ ലെഡ് പെയിന്റ് റോമക്കാരുണ്ടാക്കി. ആൻഡ് യൂസ്ഡ് ഷുഗർ ഓഫ് ലെഡ് സിറപ്പ് ടു സ്വീറ്റൻ സോസസ്. അതുപോലെ തന്നെ ഷുഗർ, പഞ്ചസാര ആയിട്ടും അത് ഉപയോഗിച്ചു. ലെഡ് സിറപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സോസുകളെ മധുരമുള്ളതാക്കാനായിട്ട് അത് ഉപയോഗിച്ചിരുന്നു റോമക്കാര്. ഷുഗർ ഓഫ് ലെഡ് ഈസ് ദ കെമിക്കൽ ലെഡ് അസറ്റേറ്റ്. ഈ ഷുഗർ ഓഫ് ലെഡ് എന്ന് പറയുന്നത് ഒരുതരം കെമിക്കൽ ലെഡ് അസറ്റേറ്റിനെയാണ് ഈ ഷുഗർ ഓഫ് ലെഡ് എന്ന് പറയുന്നത്. എന്തായാലും ഇത് ഡ്രഗ് സ്റ്റോറിൽ നിന്ന് വിൽപ്പന നടത്തിയതിൻ്റെതായിട്ടുള്ള തെളിവുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ പരസ്യങ്ങൾ ആ ബോട്ടിലിന്മേൽ ഒട്ടിച്ച ലേബിളുകളാണ്. ദീസ് പോയിസൺഡ് ദ പോപ്പുലസ്, ഇത് റോമാ സാമ്രാജ്യത്തിലെ ജനങ്ങളെ വിഷം നൽകി എന്നാണ് പറയുന്നത്. ആൻഡ് സം ബിലീവ് ലെഡ് കോസ്ഡ് ദ എംപയർ ടു ഡിക്ലൈൻ ആൻഡ് ഫോൾ. അങ്ങനെ റോമാ സാമ്രാജ്യം തകരാൻ കാരണം ഈ ഈയമാണെന്നാണ് പറയുന്നത്. റോമൻകാരെല്ലാം ഈ ലെഡ് കൊണ്ട് പോയിസൺ ബാധിച്ച് തകർച്ചയിലേക്ക് പോയി, അവരുടെ ആരോഗ്യം ക്ഷയിച്ചു, ഒരുപാട് പേർ മരണത്തിന് കീഴടങ്ങി, അങ്ങനെയൊക്കെ പറയപ്പെടും. മോർ ലൈക്ലി കോസസ് ഓഫ് ദ ഡിക്ലൈൻ വിച്ച് സ്റ്റാർട്ടഡ് അറൌണ്ട് AD 250. AD 250 ഇവരുടെ അധപ്പതനം ആരംഭിച്ചത്. വേർ ക്ലൈമറ്റ്, പ്ലേഗ് ആൻഡ് പോളിറ്റിക്സ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കാലാവസ്ഥ, പ്ലേഗ്, പിന്നെ രാഷ്ട്രീയം എല്ലാം വരും. അറൌണ്ട് ദിസ് ടൈം, ഏതാണ്ട് ഈ സമയത്തോടടുത്ത്, ദ എർത്ത് ക്ലൈമറ്റ് ബിക്കെയിം കോൾഡർ, ഭൂമിയുടെ കാലാവസ്ഥ തണുപ്പുള്ളതായി തീർന്നു. ആൻഡ് നോർത്തേൺ പീപ്പിൾ ബിഗാൻ ടു മൂവ് സൗത്ത്. വടക്കൻ പ്രദേശത്തെ ആൾക്കാർ തെക്കൻ പ്രദേശത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. പുട്ടിംഗ് പ്രഷർ ഓൺ ദ എംപയർസ്, റോമൻ സാമ്രാജ്യത്തിൽ വലിയ സമ്മർദ്ദം ഇതുണ്ടാക്കി. പ്ലേഗ് ഓൾസോ അപ്പിയേർഡ്, ദ എപ്പിഡമിക്സ് റാവേജ്ഡ് ദ എംപയർ സെവറൽ ടൈംസ്. പ്ലേഗും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പകർച്ചവ്യാധികൾ അവിടെ റോമിലെ ഒരു സാധാരണ കാര്യമായി സാമ്രാജ്യത്തിൽ പലതവണ ഇത് ആവർത്തിച്ചു. മീൻവൈൽ, അതേസമയം, ദ എംപയർ വാസ് സ്പ്ലിറ്റ് ബൈ ഇന്റേണൽ മിലിറ്ററി ആൻഡ് റിലീജിയസ് ഡിസ്പ്യൂട്ട്സ്. സാമ്രാജ്യം ആഭ്യന്തര കലാപങ്ങളാൽ തകർന്നു. ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ഓൾ ദീസ് വാസ് എ ലാർജ് ഇമ്പീരിയൽ ബ്യൂറോക്രസി. ഇതിന്റെയൊക്കെ ഏറ്റവും മുകളിൽ വലിയ സാമ്രാജ്യത്വ ഉദ്യോഗസ്ഥ വൃന്ദം ഒക്കെ ആയിരുന്നു. ലെഡ് വാസ് അറ്റ് ദ മോസ്റ്റ് എ മൈനർ ഫാക്ടർ ഇൻ റോംസ് ഡൗൺഫോൾ. റോമിലെ തകർച്ചയ്ക്ക് ഈയം കാരണമായിട്ടുണ്ട്, പക്ഷെ അത് വളരെ ചെറിയൊരു കാരണം മാത്രമാണ് എന്നും പറയുന്നു.
ആഫ്റ്റർ ദ ഡാർക്ക് ഏജസ് അന്ധകാര യുഗത്തിന് ശേഷം വിച്ച് ഫോളോഡ് ദ ഫൈനൽ ഫോൾ ഓഫ് റോമൻ എംപയർ ഇൻ 476 AD. റോമാക്കാരുടെ അധപ്പതനത്തിന്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് 476 AD യിലാണ് ആൻഡ് ലാസ്റ്റഡ് ഫോർ 500 years.